അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവില്ല, മിക്ക ആൾക്കാർക്ക് ഇഷ്ടമാവില്ല. എങ്കിലും ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് എൻ്റെ സ്വാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹത്തിനും വേണ്ടിയിട്ടല്ല. ഈ ഒരു വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരെങ്കിലും അതുപോലെ ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. പക്ഷേ ചിലരെങ്കിലും പറയും ഇത് നീ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ എന്നുള്ളത്. തീർച്ചയായിട്ടും നാട്ടുകാരെ കാണാൻ വേണ്ടിയിട്ടും അതിലൂടെ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒറ്റയ്ക്ക് എന്നെക്കൊണ്ട് ഒരിക്കലും ഈ ഭൂമിയിൽ എല്ലാവരെയും വിശപ്പകറ്റാനും വേണ്ടിയിട്ട് പറ്റില്ല. ഭൂമിയിൽ ഇതുവരെ ഇനി ജനിക്കാൻ പോകുന്ന എല്ലാവർക്കുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പഠിച്ചവൻ കരുതി വെച്ചിട്ടുണ്ട് എന്ന് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. എങ്കിൽ പോലും എത്രയോ പേര് എവിടേക്കോ പട്ടിണി കിടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ ഒരുപാട് അളവിലും കൂടുതലായിട്ട് കുറേ ഐറ്റംസ്, പണമായാലും ഭക്ഷണ സാധനമായാലും കുന്നുകൂടി കിടക്കുന്നുണ്ട്. എന്ന് വെച്ച് എൻ്റെ കയ്യിൽ അങ്ങനെ ഒരുപാട് കുന്നുകൂടി കിടക്കുന്നു എന്നല്ല കേട്ടോ അർത്ഥം. സ്വന്തം മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുത്തതിൻ്റെ പേരിൽ ഇത്രയും അധികം സൈബർ ബുള്ളിങ് ഏറ്റെടുക്കേണ്ടി വന്ന വേറൊരാൾ ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് പഠിച്ചവൻ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്ന സമയത്ത് അതിൽ നിന്നും ഒരു വിഹിതം എപ്പോഴും എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരിലേക്ക് മാറ്റി വെക്കാനും വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ കിറ്റിൻ്റെ പർച്ചേസിനും വേണ്ടിയിട്ട് നമ്മൾ അങ്ങാടിയിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ലുലുവിലേക്കും വന്നു. എനിക്ക് അവിടെ ഒരു ടിഫിൻ ബോക്സ് കണ്ടിട്ടുണ്ടായിരുന്നു, അത് വാങ്ങാനും വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ എനിക്ക് ഫുള്ളായിട്ട് കിട്ടിയില്ല, അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. ഉള്ളതെടുത്തിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടോ സാധനങ്ങളൊക്കെ വീട്ടിലെത്താനും വേണ്ടിയിട്ട്. ഇത് വന്നിട്ട് ഒരു കുറച്ചധികം ഫാമിലിക്ക് കൊടുക്കാനുള്ള ഐറ്റംസ് നമ്മൾ ഇപ്രാവശ്യം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുവാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് എത്താനും വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് എൻ്റെ സൗണ്ടിനൊരു മാറ്റമൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ വീട്ടിലെത്തിയ എല്ലാ സാധനങ്ങളും ഹാളിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. ഇത് ഒരൊറ്റ ദിവസത്തിൽ തീരേണ്ട ഒരു പ്രോസസ്സാണ്. കാരണം നമുക്ക് വീട്ടിലതെല്ലാം കൂടെ കുറേ ദിവസം നമുക്ക് വെക്കാൻ പറ്റില്ല. ഇത് നമ്മൾ അർഹതപ്പെട്ടവരിലേക്ക് എത്തിച്ചതിന് ശേഷം കുറേ മെസ്സേജ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ ദയവ് ചെയ്ത് പ്ലീസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പറിലേക്ക് ആരും വിളിക്കരുത്. അത് പ്രമോഷൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. ഷോപ്പിൽ കച്ചവടം ചെയ്യുന്ന സമയത്തും മറ്റുമൊക്കെ ഫോൺ വരുന്നു, പിന്നെ വണ്ടിയിൽ പോകുമ്പോഴൊക്കെ ഫോൺ വരുന്നു, കോൺസെൻട്രേഷൻ പോകണമെന്ന് പറഞ്ഞിട്ട് പാവം കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ മെസ്സേജ് ചെയ്യുമ്പോൾ ഞാനല്ല, ഫോൺ എൻ്റെ കയ്യിലല്ല ഉണ്ടാവുക. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. അതിൽ ഞാൻ നോക്കിയിട്ട് അർഹതപ്പെട്ടവരാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അവരിലേക്ക് ഈ സാധനം എത്തിച്ചു കൊടുക്കും. എല്ലാവർക്കും നമുക്ക് എത്തിച്ചു കൊടുക്കാനും കഴിയില്ല. ഇതെനിക്ക് നെഗറ്റീവായിട്ടും ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം കൊടുത്ത ആൾക്കാർ വീണ്ടും ചോദിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ മെസ്സേജ് കാണില്ല, ചിലപ്പോൾ നമുക്ക് കൊടുത്ത ആൾക്കാർക്ക് തന്നെ കൊടുക്കാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ നമ്മുടെ ചാനലിലേക്ക് വരൂല, കമൻ്റ് ഇടൂല, ലൈക്ക് ചെയ്യൂല, പറഞ്ഞ അങ്ങനെ കുറേ നെഗറ്റീവ് ഇഷ്യൂസ് വരുന്നുണ്ട്. പക്ഷെ ആരെന്ത് പറഞ്ഞാലും ചെയ്താലും ഞാൻ ഈ ഒരു സംഭവം നിർത്താനായിട്ട് പോകുന്നില്ല. കാരണം എൻ്റെ വാപ്പ തന്നെ എന്താ പറയുക, പറഞ്ഞു പഠിപ്പിച്ചതല്ല, കാണിച്ച് പഠിപ്പിച്ച് തന്നൊരു സംഭവമാണ്. ഇന്ന് വാപ്പ എൻ്റെ അത്ത എൻ്റെ കൂടെ ഇല്ല. അപ്പോൾ അത്താക്കും കൂടെ കൂലി കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതുപോലെ അദ്ദേഹം എന്നെ പഠിപ്പിച്ച സംഭവങ്ങൾ നമ്മൾ ചെയ്യുക, അതിലൂടെ ആ ഒരു കൂലി അദ്ദേഹത്തിന് കിട്ടും എന്നുള്ളൊരു ഇതോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് പിന്നെ നമ്മുടെ ഓരോ തിരക്കുകൾ കൊണ്ടും ഈ ഒരു സംഭവം കുറേ ദിവസമായിട്ട് നീണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇനിയും നീണ്ടുപോയി കഴിഞ്ഞാൽ ഇനി ഇതിനേക്കാളും തിരക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇനി ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഇപ്രാവശ്യം എന്ന് പറയുമ്പോൾ അവരെ കൊണ്ട് തന്നെ പാക്ക് ചെയ്യിപ്പിച്ചു. ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2-3 മാസം മുമ്പ് നമ്മൾ ചെയ്തത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാകുമ്പോൾ അത്ര റിസ്ക് ഇല്ല, എങ്കിൽ പോലും നല്ലോണം കഷ്ടമാണ്. നമ്മൾ ഈ കുഞ്ഞു മക്കളെയും വെച്ചിട്ട് ഹാളിൽ മൊത്തം ഈ സാധനങ്ങൾ നിരത്തുമ്പോഴൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സിറപ്പ് ഞാൻ കുടിച്ചില്ല. കുടിച്ചു കഴിഞ്ഞാൽ ഡോസ് അടിച്ച് കഞ്ചാവ് അടിച്ച് കോഴി ഇതുപോലെ പിന്നെ ഇങ്ങനെ ഉറക്കം വരും കേട്ടോ. അപ്പോൾ ഞാനത് കഴിക്കാതെ സിറപ്പ് കുടിക്കാതെയാണ് വന്ന് നിൽക്കുന്നത്. കാരണം ഇപ്പം തന്നെ ഏകദേശം സമയം 12:30 കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കഴിയുമ്പോഴേക്കും മിക്കവാറും ഒരുപാട് ലേറ്റ് ആവും എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് പെട്ടെന്ന് നമുക്ക് പാക്ക് ചെയ്ത് പിന്നെ അഡ്രസ്സൊക്കെ എഴുതിയിട്ട് നമുക്ക് പെട്ടെന്ന് അയക്കണം.
പിന്നെ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ കുറച്ച് പേരെങ്കിലും നല്ല കമൻറ്റ് പോലെ, അതായത് ഒരു ചാനലുള്ള ഒരു ലേഡി കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതുപോലത്തെ വീഡിയോയിൽ വന്ന് കമൻറ്റ് ഇട്ടത് നല്ല കമൻറ്റ് പോലെ, പക്ഷേ നാട്ടുകാർക്ക് കണ്ടു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ളൊരു കമൻറ്റാണ് ഇട്ടത്. അതായത് നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്യുന്നത്, പക്ഷേ എങ്കിലും നിങ്ങൾ ഇതിലൂടെ ഒരുപാട് പൈസയും ഉണ്ടാക്കുന്നുണ്ടല്ലോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഒരു വീഡിയോ ഇടുന്നതിലൂടെ എനിക്കെന്തോ കോടികളും ലക്ഷങ്ങളും ഒന്നും കിട്ടൂല. ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് 1 മില്യണോ 2 മില്യണോ ഒന്നും വ്യൂസ് ഇല്ല. എനിക്ക് ജസ്റ്റ് എത്രയാണ് 1 ലാക്കോ ഏറിപ്പോയ 2 ലാക്കോ, അതും എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളും മറ്റും മറിച്ചൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത്യാവശ്യം വ്യൂസ് കിട്ടുള്ളൂ. ഒരു നോർമലായിട്ട് നമ്മൾ റെസിപ്പീസ് വീഡിയോ ഒക്കെ ഇടുകയാണെങ്കിൽ അതൊന്നും കാണാൻ വലിയ ആൾക്കാർക്കൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഒരു 2000 രൂപ 3000 രൂപയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മൾ ഇത്രയും സാധനങ്ങൾ വാങ്ങുമ്പോൾ ചുരുങ്ങിയത് എത്ര രൂപ ചിലവാകും എന്നുള്ളത് ഇതിനെക്കുറിച്ച് അറിയുന്നവർക്ക് മനസ്സിലാവും. ആ ഒരു പൈസയൊന്നും ഒരിക്കലും ഇതിൽ നിന്നും കിട്ടില്ല. ഇനിയിപ്പോൾ ഈ സാധനം പാക്ക് ചെയ്ത് അയക്കാനും പാക്ക് ചെയ്ത് അയക്കാനും വേണ്ടിയിട്ട് മാത്രം നമുക്കൊരു 10,000 രൂപയോളം ചിലവ് വരും. പിന്നെ മനസ്സിലായല്ലോ, നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇപ്പോൾ ഇച്ചു ബേബീനെ മടിയിലിരുത്തി ഫീഡ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ മോളുടെ സൗണ്ട് ആർക്കെങ്കിലും ഡിസ്റ്റർബ് ആവുന്നതാണെങ്കിൽ ക്ഷമിക്കണേ. പിന്നെ ഇപ്രാവശ്യത്തെ ഈ ഒരു കിറ്റിനൊരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മൾ ഓരോ സമയത്ത് ഓരോ സീസൺ അനുസരിച്ചിട്ടാണ് ഫുഡ് ഐറ്റംസ് കൊടുക്കാറുള്ളത്. നോമ്പ് സമയത്ത് നോമ്പുമായിട്ട് അതുമായി ബന്ധപ്പെട്ട പോലെയുള്ള കിറ്റ്, റമളാൻ്റെ കിറ്റ് പോലെയാണ് നമ്മൾ കൊടുക്കുന്നത്. പെരുന്നാളിൻ്റെ കിറ്റ് അതുപോലെ ബിരിയാണി സാധനങ്ങൾ വെക്കാനുള്ളതായിരുന്നു. അപ്പോൾ ഇപ്പോൾ സ്കൂൾ തുറന്ന ഒരു സമയമായതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ കൂടുതലായിട്ട് മക്കൾക്ക് ലഞ്ച് ബോക്സിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയ പോലത്തെ ബദാം, പാസ്ത, പിന്നെന്താണ് പയറ് വർഗ്ഗങ്ങൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. പിന്നെ പാൽ കുടിക്കുന്ന കുട്ടികൾക്ക് ബൂസ്റ്റും ഹോർലിക്സ് വെച്ചിട്ടുണ്ട്. ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇല്ലെങ്കിലും ഒരു ദിവസമെങ്കിലും അവർക്ക് ബൂസ്റ്റോ ഹോർലിക്സോ എന്തെങ്കിലും ഇട്ടിട്ട് പാൽ കുടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും കണ്ടപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മക്കൾക്ക് ഞാൻ ഓരോന്നും നോക്കി വാങ്ങുന്ന പോലെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ളതാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതിൽ ചിലരെങ്കിലും വന്ന് ഇനി എന്തെങ്കിലും പറയും, അതെന്താ നിൻ്റെ മക്കൾക്ക് മാത്രമേ ഫ്രൂട്ട്സ് ഇറങ്ങുള്ളൂ, വെജിറ്റബിൾസൊക്കെ ഇറങ്ങുള്ളൂ, അതെന്താ വെക്കാത്തതെന്ന് ചോദിക്കും. പറ്റുകയാണെങ്കിൽ ഞാൻ വെച്ചേനെ, പക്ഷേ ഇത് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്ന സാധനമാണ്, ഇതിൽ നമുക്കത് ഇൻക്ലൂഡ് ആക്കാൻ പറ്റൂല. പിന്നെ ഈ ഭൂമിയിലുള്ള എല്ലാവരെയും വിശപ്പ് അകറ്റാൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്നെക്കൊണ്ട് പറ്റൂല. ഇത് കാണുന്ന കുറച്ച് പേരെങ്കിലും അവരുടെ പരിസരത്തുള്ള ആൾക്കാർക്ക് സാധനം ഇവർ വീട്ടിലേക്ക് വാങ്ങുന്ന സമയത്ത് ഒരു കിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു 10-100 പേര് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഫാമിലിക്ക് കിട്ടൂലേ? ഈ വീഡിയോ കാണിച്ചുകൊണ്ട് നീ അതിനുള്ള പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നവരോട് എനിക്കൊന്ന് പറയാനുണ്ട്. നമുക്ക് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് പൈസ ഒന്നും കിട്ടില്ല. എനിക്ക് കാര്യമായിട്ട് വ്യൂസ് കാര്യങ്ങൾ ഒരുപാട് വ്യൂസ് ഒന്നും ഉള്ള ഒരാളല്ല. ഒരു വീഡിയോ ഇട്ട മാക്സിമം പോയാൽ 3000 രൂപ ഒക്കെ കിട്ടുള്ളൂ. പിന്നെയെന്ന് പറയുമ്പോൾ ഒരുപാട് വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുമായിരിക്കും, പക്ഷെ അതില്ല. ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അയക്കാൻ തന്നെ 10,000 രൂപയോളം വേണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഒരു കിറ്റിൽ വെക്കുന്നതെന്ന് കാണിക്കാം. ഗോതമ്പ് മാവ് വെച്ചിട്ടുണ്ട്, കുട്ടികൾക്ക് പൊരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സോയ വെച്ചിട്ടുണ്ട്, റവയിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും, പിന്നെ റാഗി ഫ്ലോർ വെച്ചിട്ടുണ്ട്, പിന്നെ എന്തായിരുന്നു പച്ചക്കടല, വെള്ളക്കടല, ഗ്രീൻ പീസ്, പിന്നെ പൊരിച്ചു കൊടുക്കാനുള്ള ഒരു ഉള്ളീൻ്റെ ഒരു സംഭവം ഉണ്ട്. പിന്നെ എനിക്ക് ഒന്നും പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടോട്ടോ. സേമിയ 3 പാക്കറ്റോളം വെച്ചിട്ടുണ്ട്, പിന്നെ പൊരിച്ചു കൊടുക്കാനുള്ള സാധനം. പിന്നെ ബദാം വെച്ച് കൊടുക്കുന്നുണ്ട്. ഡെയിലി 3 അല്ല 5 എണ്ണം ടിഫിൻ ബോക്സിൽ അവർക്ക് വെച്ച് കൊടുക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ പൊരി നമ്മളിങ്ങനെ താളിച്ച് കൊടുക്കൂലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊരി കണ്ടപ്പോൾ വീട്ടിലേക്ക് വാങ്ങിയപ്പോൾ വാങ്ങിയതാണ്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചായപ്പൊടി വെച്ചിട്ടുണ്ട്. ചായപ്പൊടി ഇങ്ങനെ കുടിക്കാനാണ്, കുട്ടികൾക്ക് സ്കൂളിൽ കൊടുക്കാനല്ല. ഞാൻ ചായ കുടിക്കാറില്ല, ചായ കുടിക്കുന്നത് ഞാൻ പ്രൊമോട്ട് ചെയ്യാറുമില്ല കേട്ടോ. പിന്നെ കുട്ടികൾക്ക് പാൽ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോർലിക്സ്, പിന്നെ പാസ്ത. കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഹെൽത്തി അല്ലാലോ എന്ന് പറഞ്ഞിട്ട് ആരും വരണ്ട. കുട്ടികൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഈ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ എല്ലാം ഹെൽത്തി നോക്കിയിട്ട് കൊടുക്കാനും പറ്റില്ല. എല്ലാറ്റിലും പ്രിസർവേറ്റീവ്സും മറ്റതൊക്കെ ഉണ്ട്. പിന്നെ സോപ്പ് ഒരെണ്ണം, പിന്നെ ടിഫിൻ ബോക്സ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ്, വീട്ടിലേക്ക് വാങ്ങിച്ചതാണ്. അപ്പോൾ നോക്കിയ സമയത്ത് നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടിയില്ല. അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം ഒരു 10 പേർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സ്നാക്സ് ബോക്സ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. സ്നാക്സ് ബോക്സ് ആയിട്ട് ഞാൻ വാങ്ങിച്ചത്, പക്ഷേ വലുതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ടിഫിൻ ബോക്സും കൂടെ ഈ ഒരു കിറ്റിലേക്ക് നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പഠിച്ചോൻ തന്ന അനുഗ്രഹങ്ങളിൽ നിന്നും കുറച്ചെങ്കിലും കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു സംതൃപ്തി തോന്നൂല. അതാണ് കേട്ടോ.
പിന്നെ ചിലരെങ്കിലും എന്തിനാണ് ഇങ്ങനെ റീലിടുമ്പോൾ അതായത് ഫുഡിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് അത് കിട്ടാത്തവർ വിഷമിക്കുന്നു പറഞ്ഞിട്ട്. പിന്നെ ഇതൊക്കെ കഴിയുമ്പോഴേക്കും അത്യാവശ്യം 1 മണി ആയിട്ടുണ്ട്. വെറും ഒരു ബോക്സ് പാക്ക് ചെയ്യുമ്പോഴേക്കുമാണ് കേട്ടോ ഈ 1 മണി ആയിരിക്കണത്. ഇനി കുത്തിയിരുന്ന് കുറേ നേരം ഇരുന്ന് പണികൾ ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. പിന്നെ മുന്തിരി വെക്കാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. ഉണക്കമുന്തിരിയാണ്. ഞാൻ എൻ്റെ മക്കളുടെ ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ ഉണക്കമുന്തിരി. അപ്പോൾ അതും അവർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ട് അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുഡ് വീഡിയോസ് ഇങ്ങനെ ഇടുന്ന സമയത്ത് അത് കിട്ടാത്ത ഒരുപാട് പേരുണ്ട്, കാണാത്ത ഒരുപാട് പേരുണ്ട്, അവർക്ക് വിഷമാവുന്നു എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഓരോ ജോലികളാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇത് പാക്ക് ചെയ്യണത് ഭയങ്കര പാടാണ്. ഇത് ഒട്ടാണ്ട് ഞാനിങ്ങനെ പുറത്തോണ്ടേ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വേറെ ടേപ്പ് വാങ്ങിച്ചു വെച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതാണ്. അപ്പോൾ ഈ ജോലി എന്ന് പറയുമ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ജോലി എനിക്ക് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് എൻ്റെ മക്കളെ വിട്ടിട്ട് പോയിട്ടൊരു ജോലി എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് ഇങ്ങനത്തെ ഫുഡ് കാണിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും കഞ്ഞിയും പയറും മാത്രം കാണിച്ചു കഴിഞ്ഞാൽ ആരും എൻ്റെ വീഡിയോസ് കാണൂല അല്ലേ. എന്തെങ്കിലുമൊക്കെ ഉപകാരമുള്ളതുപോലെ പുതിയതായിട്ട് കാണിക്കണം. പിന്നെയെന്ന് പറയുമ്പോൾ എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വേറെ ഫുഡ് ഉണ്ടാക്കാനും മക്കൾക്ക് കൊടുത്തു വിടാനും ഒരിക്കലും വേറെ ഉണ്ടാക്കാനും ആയിട്ട് എനിക്ക് പറ്റൂല. അപ്പോൾ ഞാൻ എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴേക്കും അത്യാവശ്യം സമയം 2:30 ആയിട്ടുണ്ട്. പിന്നെ യൂട്യൂബിൽ കോടിക്കണക്കിൽ ഫുഡ് വീഡിയോസ് ഡെയിലി അപ്ലോഡ് ആയിട്ടുണ്ട്. ഡെയിലി ലക്ഷക്കണക്കിൽ വീഡിയോസ് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഫുഡ് വീഡിയോസ് നമുക്ക് വിഷമമാണോ എന്ന് വിചാരിച്ചിട്ട് അത് നിർത്തലാക്കാൻ ആരെടുത്തെങ്കിലും പറയുന്നുണ്ടോ? എന്തുകൊണ്ട് സിലുവിനോട് മാത്രം വന്നിട്ട് നീ അത് ചെയ്യണ്ട, നീ അത് കാണിക്കണ്ട എന്ന് പറയുന്നത്? ചിലർക്ക് വിഷമം എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളത്. ചിലർക്ക് വേറെ ടൈപ്പിലുള്ള വിഷമങ്ങൾ, ഞാൻ മക്കൾക്ക് കൊടുക്കുന്നു എന്നുള്ള വിഷമങ്ങൾ. അതായത് നമ്മൾ ചെയ്യാത്ത വേറൊരാൾ ചെയ്യണ്ട എന്നുള്ളതാണ്. ചിലർ പറയുന്നു സേമിയയും മുട്ടയും അല്ലെങ്കിൽ ഉള്ളിയും ഈ സംഭവങ്ങളൊക്കെ ഭയങ്കര ലക്ഷറി ആണെന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. 20 രൂപയ്ക്കും 5 രൂപയ്ക്കും അല്ലെങ്കിൽ ഒരു പഴം കട്ട് ചെയ്തിട്ട് ഓരോ പീസാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഒരു ഓറഞ്ച് കട്ട് ചെയ്തിട്ട് ഓരോ പീസാണ് വെച്ച് കൊടുക്കുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ചിലപ്പോൾ 100 രൂപ പോലും ഇല്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ചെയ്യാറുമുണ്ട്. പക്ഷെ ഞാൻ വീഡിയോ തന്നെ ഇടരുത് എന്ന് എന്തുകൊണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ കുറേ ചോറ് കഴിക്കുന്നതാണ് ആരോഗ്യം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഫുഡാണ് നമ്മൾ ശരിക്കും കഴിക്കേണ്ടത്. അത് എന്നെക്കൊണ്ട് എൻ്റെ മക്കൾക്ക് ഇപ്പം എനിക്ക് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് പഠിച്ചോൻ തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. കൂടെ തന്നെ ഞാൻ പാവപ്പെട്ട ആൾക്കാരെയും ചിന്തിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ അങ്ങേയറ്റം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഈ മക്കളെയും വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന നേരം എനിക്ക് മിണ്ടാതെ സുഖമായിട്ട് എനിക്ക് കിട്ടുന്ന പൈസ ഞാൻ തന്നെ സുഖിച്ച് എൻ്റെ മക്കൾക്ക് മാത്രം കൊടുത്തുകൊണ്ട് സുഖിച്ച് ജീവിച്ചൂടെ? ഈ സമയങ്ങളൊക്കെ എനിക്ക് റെസ്റ്റ് എടുത്തൂടെ? പക്ഷെ അതൊന്നും ചെയ്യാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും അവരെക്കുറിച്ച് ചിന്തിച്ചിട്ടും ഇന്നലെ എനിക്ക് വന്നൊരു കമൻറ്റ്, നിങ്ങളിപ്പോൾ ഒരുപാട് ഉമ്മമാരെ കരയിപ്പിച്ചിട്ട് നിങ്ങളിപ്പോൾ സമാധാനിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് എനിക്ക് സങ്കടമായിട്ടാണ് ആ ഒരു ഇത് കണ്ട സമയത്ത്. കാരണം ഞാൻ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ. പക്ഷേ ഈ ഭൂമിയിലുള്ള എല്ലാവരെയും നമുക്ക് നന്നാക്കാൻ പറ്റൂല. അത് ആരെങ്കിലും കണ്ടിട്ട് ആരെങ്കിലും ചെയ്യട്ടെ എന്ന് നമ്മൾ വിചാരിച്ചിട്ട് ചെയ്തിട്ടും നമ്മളിങ്ങനെയൊക്കെ പറയുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ എന്ത് തന്നെ പറഞ്ഞാലും ഞാനിത് എൻ്റെ മരണം വരെയും ഞാൻ നിർത്താൻ പോകുന്നില്ല. ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. എൻ്റെ ജോലിയാണെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളാണെങ്കിലും ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ആരെ കൊണ്ടും തടയാൻ പറ്റില്ല. നിങ്ങൾ തളർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചോളൂ. പക്ഷെ ഇതിനേക്കാളും ഒരുപാട് സ്ട്രഗിൾസും വാക്കുകളും നോവിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് വന്നൊരാളാണ്. മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ ഒന്നും പ്രതികരിക്കാത്ത ഒരാളായിരുന്നു. എനിക്ക് ചുറ്റുമുള്ള ഒരുപാട് പേരാണ് ഞാനെന്ന് ഇങ്ങനെ ആക്കി മാറ്റിയത് കേട്ടോ. പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് എതിരെ വരുന്ന ഒന്നിനും പ്രതികരിക്കാതിരുന്ന് കഴിഞ്ഞാൽ പാവം എന്നൊരു പേര് കിട്ടുമായിരിക്കും. പക്ഷെ ആ ഒരു പാവം എന്ന പേര് എനിക്ക് വേണ്ടാന്ന് ഞാൻ കുറച്ച് കൊല്ലങ്ങൾ മുമ്പ് തീരുമാനിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് സെൽഫ് റെസ്പെക്റ്റോടു കൂടി എനിക്കെതിരെ വരുന്ന കാര്യങ്ങൾ എനിക്ക് ന്യായീകരിക്കാൻ പറ്റുള്ളൂ കേട്ടോ.